ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ട്രിപ്പൊക്കെ പോയ എല്ലാവരെക്കാളും മുന്നേ എനിക്ക് നേരത്തെ നീക്കാൻ പറ്റലുണ്ട്. എന്തിന് എൻ്റെ അലാറം കേട്ടിട്ട് ട്രെയിനിൽ പോയിട്ട് എല്ലാവരും സുബൈക്ക് നീച്ചുകയാണ്. കുറച്ച് ഡെഡിക്കേഷൻ കൂടുതലായിട്ട് ഞാൻ തന്നെയാണ് രാവിലെ എല്ലാവരും ഉണർത്താൻ പോക്ക്. എല്ലാവരും നീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് പൂളിച്ചാടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഊബർ ബുക്ക് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി. ഷെഫിയാക്കാന്റെ അബിതാന്റെ റൊമാൻസിന്റെ ഇടയിൽ ശ്വാസം മുട്ടിയ ചിരിയാണ് ഞാൻ ഈ ചിരിക്കുന്നത്. എന്റെ മാപ്പിള പിന്നെ മക്കളുമായി ഓടിപ്പോയി മുമ്പിൽ സീറ്റ് പിടിച്ചു. മുമ്പിലിരുന്ന നേരത്തെ എത്തിക്കാരം. പിന്നെ നമ്മൾ നേരെ പോയത് ജയ്പൂരിലെ മൻസാഗർ ലേക്കിലെ ജൽമഹൽ കാണാനാ പോയത്. ജൽമഹൽ പറയുമ്പോൾ വാട്ടർ പാലസ്. പിന്നെ നിലത്ത് കുറച്ച് പ്രാവുകളുണ്ടായിരുന്നു, അതിനെ കുറച്ച് ഉറപ്പിച്ചു. പേടിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, വണ്ടിയിട്ട് വീഡിയോ എടുക്കണം. പിന്നെ നമ്മൾ പോയത് അമേരിലുള്ള ജഗത് ശിരോമണി ടെമ്പിൾക്കാണ്. അവിടേക്ക് പോണ വയ്യൊക്കെ നല്ല രസമുണ്ടായി. കണ്ട അപ്പോഴും ഇന്റെ മാപ്പിള മുമ്പ് സീറ്റ് പിടിച്ചിരിക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിരോമണി ടെമ്പിൾ. ഇതവിടുത്തെ രാജകുമാരി മോന്റെ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയത്. മൂപ്പര് പിന്നെ മക്കൾ എന്താ ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു. ഭാഗ്യം ആനക്ക് കൊമ്പില്ലാഞ്ഞ്. ഹിന്ദി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ടെമ്പിളിന്റെ ഹിസ്റ്ററി ഒന്നും വല്ലാണ്ട് കത്തി. അടുത്ത നമുക്ക് പോകാനുള്ളതാണ് ആ കുന്നിന്റെ മേലെ. പോണ വൈക്ക് നോക്കണോടത്തും തിരിഞ്ഞോടത്തൊക്കെ ഫുൾ ആനന്റെ പിക്ചേഴ്സ് ആയിരുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ടെക്സ്റ്റൈൽസുകൾ മക്കളെ. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ പാടും. അങ്ങനെ നമ്മൾ അമർ ഫോർട്ടിലെത്തി. വൈകുന്നേരം ആയതുകൊണ്ടാണോ ജയ്പൂർ എത്തിയതിന്റെ ശേഷം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ആറ്റോട്ടം കിട്ടണം. ഈ ഫോട്ടോ ഒരു കുന്നിന്റെ മേലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴാണ് ഈ കാക്കാനെ കാണുന്നത്. കാക്കാന്റെ കൈവാണെങ്കിൽ സീന്. ആരും ഒന്നും വിചാരിക്കണ്ട, റെഡ് ബുള്ള് കുടിച്ച ഹാങ് ഓവറിലാണ് ഞാൻ. റെഡ് ബുള്ള് കുടിച്ചാൽ നല്ല എനർജി കിട്ടും പറഞ്ഞാൽ അതിന് കാത്തിക്കാൻ ഞാൻ. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നമ്മൾ ഇതിലില്ല. എന്റെ മാപ്പിള പിന്നെ പൗറാട്ട പിന്നെ ഇടയിൽ തന്നെ പോയിരുന്നോളൂ. ഞാനില്ലെങ്കിലും മൂപ്പര് ജീവിച്ച് പോയിക്കോളൂ. പിന്നെ പുന്നൂസിനായിട്ട് കുറച്ച് ക്യൂട്ട്നെസ് ഇടാൻ നോക്കി. ഭാഗ്യത്തിന് പറഞ്ഞിട്ട് വികാൻ ഏതായാലും സേഫ് ലാൻഡിങ് ആയി. പിന്നെയാണ് ഞാൻ ആ സത്യവരോട് വെളിപ്പെടുത്തണം. നിങ്ങളെ ഞാൻ എടുക്കും, ഞാൻ ഇന്നെ തന്നെ എടുക്കും. അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അത്രേ ഉള്ളൂ, ബാക്കി പിന്നെ